അടുത്ത എന്താണ്? ബേസ്ഡ് ഓൺ ഫണ്ട് മാനേജ്മെൻറ്റ്. ആക്റ്റീവ്ലി മാനേജ് ഫണ്ട്, പാസീവ്ലി മാനേജ് ഫണ്ട്. അപ്പം ഫണ്ട് മാനേജ്മെൻറ്റ്, ഫണ്ട് മാനേജർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഫണ്ട് മാനേജർ ആരാണെന്ന്. ഫണ്ട് മാനേജറാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ദൈവം. ഓക്കെ, അയാളാണ് മ്യൂച്വൽ ഫണ്ടിന് റിട്ടേൺസ് ഉണ്ടാക്കി തരുന്ന വ്യക്തി. അപ്പോൾ ഈ വാക്കിൽ തന്നെ ഉണ്ട് ആക്റ്റീവ്ലി മാനേജ്ഡ് ഫണ്ട്, പാസീവ്ലി മാനേജ്ഡ് ഫണ്ട്. ആദ്യത്തത് ഫണ്ട് മാനേജർ ആക്റ്റീവ്ലി മാനേജ് ചെയ്യുന്നു, രണ്ടാമത്തത് പാസീവ്ലി മാനേജ് ചെയ്യുന്നു. വലിയ പണിയൊന്നും ഇല്ലാത്ത ഒരു മാനേജ്മെൻറ്റ്. അതെന്ത് മാനേജ്മെൻറ്റ്? ഇവിടെയാണ് ഇൻഡെക്സ് ഫണ്ട്സ് വരുന്നത്. അതായത് നമുക്കറിയാലോ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡിസസ് ഏതൊക്കെയാണ്? സെൻസെക്സും നിഫ്റ്റിയും അല്ലേ? സെൻസെക്സും നിഫ്റ്റിയും അതിൻ്റെ ഗ്രാഫ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഓവർ ദ ലോങ് ടേം ഗ്രാഫ് എപ്പോഴും മുകളിലോട്ടേക്കാണ് പോകുന്നത് അല്ലേ? ഷോർട്ട് ടേമിൽ താഴോട്ടേക്കെല്ലാം പോകും അല്ലേ? അപ്സ് ആൻഡ് ഡൗൺസ് ഇങ്ങനെ ചെറിയ കാലയളവിലൊക്കെ ഉണ്ടാവും. അതിപ്പോൾ നമ്മൾ മനുഷ്യന്മാർക്ക് തന്നെ എന്തൊക്കെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. അപ്പോൾ ഒരു ഇൻഡെക്സിന് ഇടയ്ക്കിടയ്ക്ക് ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ളതൊരു പ്രശ്നമാണോ? പക്ഷേ ഓവർ ദ ലോങ് ടേം ഇൻഡെക്സ് മുകളിലോട്ടേക്ക് തന്നെയല്ലേ പോകുന്നത്? അതെ, മുകളിലോട്ടേക്ക് തന്നെ പോകുന്നത്. അപ്പോൾ സെൻസെക്സും നിഫ്റ്റി എന്താണ് സൂചിപ്പിക്കുന്നത്? ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ? രാജ്യത്തിൻ്റെ ഒരു പ്രൗഢിയാണ് ഇത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഇൻഡെക്സ് താഴോട്ടേക്ക് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാജ്യം തകരാൻ പോവാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. മാർച്ചിൽ താഴോട്ട് പോയതിൻ്റെ ഒരു ബലം ഇപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കല്ലേ? റിസഷൻ വന്നില്ലേ? അപ്പം ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഓവർ ദ ലോങ് ടേം ഡെഫിനറ്റ്ലി നമുക്കറിയാം ഇത് മുമ്പോട്ട് പോകും. കാരണം നമ്മൾക്കൊരു വിശ്വാസമുണ്ട്, ഒരു രാജ്യം തകരില്ല, നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് തകരില്ല, ഇന്ത്യ തകരില്ല, അങ്ങനെയുള്ളൊരു വിശ്വാസം നമ്മൾക്കുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു വിശ്വാസത്തിൻ്റെ മുകളിലും കൂടിയുള്ളൊരു സാധനമാണ്. ഓക്കെ, അപ്പോൾ ഒരാൾക്ക് നിഫ്റ്റി 50 ഇൻവെസ്റ്റ് ചെയ്യണം. നിഫ്റ്റി 50 സ്റ്റോക്സൊക്കെ എങ്ങനത്തെ സ്റ്റോക്സാണ്? വളരെ വില കൂടിയ സ്റ്റോക്സാണ്. സാധാരണക്കാരൻ അതിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം അയാൾക്ക് എന്ത് ചെയ്യാം? നിഫ്റ്റി 50 സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻഡെക്സ് ഫണ്ട്സിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പം മിനിമം 500 രൂപ ഒരു മാസം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് നിഫ്റ്റി 50 സ്റ്റോക്സിൽ മ്യൂച്വൽ ഫണ്ട്സ് വഴി ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പം അവിടെ ഫണ്ട് മാനേജർ എന്താ ചെയ്യുന്നത്? നമ്മളുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങുന്നു, നമ്മൾ 500 രൂപ കൊടുക്കുന്നു. അങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാർ കൊടുക്കുന്ന പൈസയില്ലേ, ആ പൈസ എടുത്തിട്ട് അദ്ദേഹം നിഫ്റ്റി 50 സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? ഈ മ്യൂച്വൽ ഫണ്ട് ഈ നിഫ്റ്റി 50 ആ ഗ്രാഫില്ലേ, ആ റിട്ടേൺസ് ആയിട്ട് ഇങ്ങനെ മിമിക് ചെയ്യും. അതായത് രണ്ടും സെയിം തന്നെ ആയിരിക്കും, റിട്ടേൺസ് ഏകദേശം സെയിം തന്നെ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ ഫണ്ട് മാനേജർക്ക് എന്തെങ്കിലും പണിയുണ്ടോ? എന്ത് പണിയുള്ളത്? നിഫ്റ്റി 50 സ്റ്റോക്സ് എടുക്കുക, ഇൻവെസ്റ്റ് ചെയ്യുക, എടുക്കുക, ഇൻവെസ്റ്റ് ചെയ്യുക. നാളെ നിഫ്റ്റി 50 ഏതെങ്കിലും സ്റ്റോക്സ് മാറുകയാണെങ്കിൽ ആ സ്റ്റോക്സ് വിൽക്കുക, എന്നിട്ട് അപ്ഡേറ്റ് ചെയ്ത് ആ സ്റ്റോക്കിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പം ഫണ്ട് മാനേജർക്ക് വലിയ ജോലിയൊന്നുമില്ല, വെറുതെ ഇരുന്നാൽ മതി. ഇൻഡെക്സ് ഫണ്ട് ഇങ്ങനെ പോയിക്കോളും. ആ നിഫ്റ്റി 50 സെൻസെക്സോ എന്താണെന്ന് വെച്ചാൽ ആ ഇൻഡെക്സിനനുസരിച്ച് ഈ ഇൻഡെക്സ് ഫണ്ട് ഇങ്ങനെ പോയിക്കോളും. ഓക്കെ, അപ്പം ഈ ഇൻഡെക്സ് ഫണ്ട്സാണ് പാസീവ്ലി മാനേജ് ഫണ്ട്സിൽ വരുന്നത്. അതേപോലെ ഈ ETFs, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്, അത് നമ്മൾ എന്താണ് സ്പെഷ്യൽ ഫണ്ട്സിൽ പഠിക്കും. അതും പാസീവ്ലി മാനേജ് ഫണ്ടാണ്. ഓക്കെ, അപ്പോൾ ഫണ്ട് മാനേജർക്ക് വലിയ ജോലിയൊന്നുമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഓവർ ദ ലോങ് ടേം ഞാൻ പറഞ്ഞല്ലോ ഒരു രാജ്യം തകരില്ല. അപ്പോൾ ഓവർ ദ ലോങ് ടേം ഇൻഡെക്സ് ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓവർ ദ ലോങ് ടേം റിട്ടേൺസ് കിട്ടും. ഇനി ആക്റ്റീവ്ലി മാനേജ് ഫണ്ട് എന്താണ്? നമ്മുടെ ഫണ്ട് മാനേജർ വരികയാണ് സുഹൃത്തുക്കളെ, വരികയാണ്. അദ്ദേഹം നിഫ്റ്റി 50 തന്നെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. അദ്ദേഹം സെലക്ട് ചെയ്യുക, അദ്ദേഹം നോക്കും ഏത് ബിസിനസ്സാണ് ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്, ഏത് സ്റ്റോക്സാണ് എനിക്ക് നല്ല റിട്ടേൺസ് തരാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫിനാൻഷ്യൽ അനാലിസിസ് ഒക്കെ ചെയ്തിട്ട് അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്സ് പിക്ക് ചെയ്യും. അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ് ഏതിലാണ് വളർച്ചയുള്ളത്, എങ്ങനെയാണ് എനിക്ക് കൂടുതൽ റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റുക. അതിലിപ്പോൾ നിഫ്റ്റി 50 സ്റ്റോക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നിഫ്റ്റി 50 ഇല്ലാത്ത സ്റ്റോക്സ് ഉണ്ടാവും. അപ്പം അദ്ദേഹത്തിൻ്റെ അനാലിസിസ് ആണ് അവിടെ റിട്ടേൺസ് നിർണ്ണയിക്കുന്നത്. അപ്പം ആക്റ്റീവ്ലി മാനേജ് ഫണ്ടിൽ ആരാണ് മുഖ്യം? ഫണ്ട് മാനേജറാണ് മുഖ്യം. അയാളുടെ തീരുമാനമാണ് ആ ആക്റ്റീവ്ലി മാനേജ് ഫണ്ടിന് റിട്ടേൺസ് കൊടുക്കുന്നത്. അപ്പം ആസ് എൻ ഇൻവെസ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ നമുക്ക് ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മിണ്ടാണ്ടിരിക്കാം. എന്തായാലും കുറേ കാലം കഴിയുമ്പം സ്റ്റോക്ക് മാർക്കറ്റ് വളരുമല്ലോ, രാജ്യം പുരോഗമിക്കുമല്ലോ എന്നുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മിണ്ടാണ്ടിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫണ്ട് മാനേജറിനെ വിശ്വസിച്ചിട്ട് നമ്മളുടെ പൈസ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, എന്നിട്ട് ആക്റ്റീവ്ലി മാനേജർ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു സത്യം, പല ആക്റ്റീവ്ലി മാനേജർ ഫണ്ട്സും ഈ ഇൻഡെക്സ് ഫണ്ട്സിനേക്കാളും റിട്ടേൺസ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആക്റ്റീവ്ലി മാനേജ് ഫണ്ട് തള്ളിക്കളയാനും പറ്റില്ല. പക്ഷേ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ നല്ലൊരു അറിവുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് സ്വന്തം അനാലിസിസിലൂടെ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ആക്റ്റീവ്ലി മാനേജ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുക. എന്തായാലും ഇൻഡെക്സ് ഫണ്ടിൽ നമുക്കറിയാലോ മുകളിലോട്ടേക്ക് പോകുന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മളിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം അനാലിസിസിലൂടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹൗ ടു സെലക്ട് എ സ്റ്റോക്ക് എന്ന എൻ്റെ വീഡിയോ സീരീസ് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു തുടങ്ങുക. നല്ല റെസ്പോൺസ് ഉണ്ടെങ്കിൽ ഐ വിൽ കണ്ടിന്യൂ ദറ്റ് സീരീസ്. ഓക്കെ, അപ്പം ആക്റ്റീവ്ലി മാനേജ് ഫണ്ട്, പാസീവ്ലി മാനേജ് ഫണ്ട് രണ്ടും മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഇനി നെക്സ്റ്റ് എന്താണ്? ബേസ്ഡ് ഓൺ അസറ്റ്സ്. അതായത്
മ്യൂച്വൽ ഫണ്ടിൽ നമ്മളെല്ലാവരും പൈസ കൊടുക്കുന്നു. ആ പൈസ എന്ത് ചെയ്യും? പല അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഫണ്ട് മാനേജർ തീരുമാനിക്കുന്നു എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം, ഏതൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. ഒന്ന്, ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇക്വിറ്റീസ് എന്ന് പറഞ്ഞാൽ ഷെയർസ്, അവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ എനിക്ക് ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിൽ, ബോൺസ്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അത് നമ്മൾ ആ ബോൺസ് പഠിക്കുമ്പോൾ എന്താണ് ബോൺസ്, എന്താണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്നൊക്കെ പഠിക്കും. ഇത്രയും മനസ്സിലാക്കുക, ബോൺസിനും മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിനൊക്കെ ഷെയർസിൻ്റെ അത്ര റിസ്ക് ഇല്ല. റിസ്ക് കുറഞ്ഞ ഒരു അസറ്റ് ക്ലാസ് ആണത്. അതായത് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസ്ക് കുറവായിരിക്കും, അതുകൊണ്ട് റിട്ടേൺസും കുറവായിരിക്കും. ഷെയർസിൽ റിസ്ക് കൂടുതലാണ്, അപ്പം റിട്ടേൺസും കൂടുതലായിരിക്കും. അപ്പം ഒന്ന് ഇക്വിറ്റി ഫണ്ട് ഇക്വിറ്റീസിൽ അല്ലെങ്കിൽ ഇക്വിറ്റി റിലേറ്റഡ് ഇൻസ്ട്രുമെൻറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്. ഡെറ്റ് ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ബോൺസിലും ഡിബഞ്ചേഴ്സിലും മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്. ഹൈബ്രിഡ് ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ എന്താ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെബി പറയും ഇക്വിറ്റി ഫണ്ടാണെങ്കിൽ ഇത്രയും ശതമാനം നിങ്ങൾ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. ഫണ്ട് മാനേജറോട് പറയും, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഹൗസിനോട് പറയും, ഇത്രയും ശതമാനം നിങ്ങൾക്ക് കിട്ടിയ പൈസ അത് ഇത്രയും ശതമാനം നിങ്ങൾ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. ഒരു ഭൂരിഭാഗം എമൗണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താലേ അതിന് ഇക്വിറ്റി ഫണ്ട് എന്ന് ഞാൻ പറയുള്ളൂ. അതേപോലെ ഡെറ്റ് ഫണ്ടിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ സെബി പറയും മെജോറിറ്റി ഓഫ് ദ പോർഷൻ നിങ്ങൾ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം, നല്ല ഡെറ്റ് ഫണ്ട് ആവുള്ളൂ. അപ്പം ബാക്കി ഒരു കുറച്ച് 10%, 15% അത് ഫണ്ട് മാനേജറുടെ ഇഷ്ടം പോലെ ചെയ്യാം. ബട്ട് മെജോറിറ്റിയും ആ പേരിനനുസരിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അത് എത്ര ശതമാനമാണെന്ന് നമ്മൾ ഈ ഓരോരോ ഫണ്ടും പഠിക്കുമ്പോൾ പഠിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി ഹൈബ്രിഡ് ഫണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വിറ്റിയിലും ഇൻവെസ്റ്റ് ചെയ്യും, ഡെറ്റിലും ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ സെബി പറയും ഇത്ര ശതമാനം ഇക്വിറ്റിയിലിടണം, ഇത്ര ശതമാനം ഡെറ്റിലിടണം, നിർബന്ധമായിട്ടും ഇത്ര ശതമാനം ഇക്വിറ്റിയിലിട്ടിരിക്കണം, ഇത്ര ശതമാനം ഡെറ്റിലിട്ടിരിക്കണം, ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിലിട്ടിരിക്കണം നിങ്ങളുടെ പൈസ. അതായത് ഓരോ മ്യൂച്വൽ ഫണ്ടിനും കിട്ടുന്ന ഫണ്ടില്ലേ, ആ ഫണ്ടിൽ നിന്ന് ഇത്രയും ശതമാനം നിങ്ങൾ ഇക്വിറ്റീസിലും ഡെറ്റിലും അലോക്കേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഇക്വിറ്റി ഫണ്ട്, ഡെറ്റ് ഫണ്ട്, ഹൈബ്രിഡ് ഫണ്ട് ഓവറോൾ മനസ്സിലായല്ലോ. ബട്ട് ഇൻ ഡീറ്റെയിൽ നമ്മൾ ഈ 3 കാര്യങ്ങളും ഇനി വരുന്ന വീഡിയോസിൽ പഠിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇനി നെക്സ്റ്റ്, ബേസ്ഡ് ഓൺ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ടൈപ്സ് 3 ഉണ്ട് അല്ലേ? ഗ്രോത്ത് ഫണ്ട്, ടാക്സ് ബെനിഫിറ്റ്സ് എന്ന് വായിക്കല്ലേ, ടാക്സിൻ്റെ കാര്യം പറയാൻ ഞാൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഗ്രോത്ത് ഫണ്ട്, ഡിവിഡൻഡ് റീ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്. ഓക്കെ, ഗ്രോത്ത് ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പൈസ നമ്മൾ ഫണ്ട് മാനേജർക്ക് കൊടുക്കുന്നു. ഓക്കെ, ഫണ്ട് മാനേജർ ആ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അയാൾക്കൊരു റിട്ടേൺസ് കിട്ടുന്നു. അദ്ദേഹം ആ റിട്ടേൺസ് എന്ത് ചെയ്യും? വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യും, വീണ്ടും പല സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ വീണ്ടും റിട്ടേൺസ് ഉണ്ടാക്കുന്നു, വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതാണ് ഗ്രോത്ത് ഫണ്ട്. അപ്പോൾ ഈ ഗ്രോത്ത് ഫണ്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഗ്രോത്ത് ഫണ്ടിൻ്റെ പ്രത്യേകത അതാണ്. അപ്പോൾ നമുക്കൊരു വെൽത്ത് ക്രിയേഷനാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഗ്രോത്ത് ഫണ്ട് സെലക്ട് ചെയ്തിരിക്കണം. മാത്രമല്ല ഗ്രോത്ത് ഫണ്ടിന് ടാക്സ് ബെനിഫിറ്റ്സ് കിട്ടും. അതായത് ഇവിടെ ക്യാപിറ്റൽ അപ്രിസിയേഷനാണ് ഉണ്ടാവുന്നത്. നമുക്കറിയാം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിന് 1 lakh വരെ എക്സംഷൻ ഉണ്ട് അല്ലേ? നമ്മൾ ടാക്സിൻ്റെ പല വീഡിയോസിലായിട്ട് ഇത് ഡിസ്കസ് ചെയ്തതാണ്. ഇനി രണ്ടാമത്തെ എന്താണ്? ഡിവിഡൻഡ് ഫണ്ട്. ഓക്കെ, ഡിവിഡൻഡ് ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് തന്നെ ഉണ്ട്. ഞാൻ പൈസ കൊടുക്കുന്നു, ഫണ്ട് മാനേജർ ആ പൈസ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു, പല സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ആ സ്റ്റോക്കിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടുന്നു. ഓക്കെ, ഡിവിഡൻഡ് കിട്ടിയിട്ട് ആ ഫണ്ട് മാനേജർ ഡിവിഡൻഡ് നമ്മൾക്ക് പൈസ ആയിട്ട് തരുന്നു. പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ ശ്രദ്ധിക്കേണ്ടത്, ഫണ്ട് മാനേജർ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്സ് എന്നൊക്കെ കിട്ടിയ എല്ലാ ഡിവിഡൻഡും മൊത്തം നമ്മൾക്ക് തരണമെന്നില്ല. അത് ആ ഫണ്ട് മാനേജറുടെ തീരുമാനമാണ്, അല്ലെങ്കിൽ ആ മ്യൂച്വൽ ഫണ്ട് ഹൗസിൻ്റെ തീരുമാനമാണ് എത്ര നമ്മൾക്ക് തരണം എന്നുള്ളത്. അപ്പോൾ ഈ ഡിവിഡൻഡിൻ്റെ ഒരു പോർഷൻ, അത് അവർ തീരുമാനിക്കുന്ന ഒരു പോർഷൻ നമ്മൾക്ക് പൈസയായിട്ട് കിട്ടും. അപ്പം മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ഒരു വരുമാനം നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എത്തരത്തിലുള്ള ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം? ഡിവിഡൻഡ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷേ ഇവിടെ നിങ്ങൾ ഡിവിഡൻഡിനും കൂടി ടാക്സ് കൊടുക്കണം. കാരണം നമ്മൾക്കറിയാം ഇനി അങ്ങോട്ട് ഡിവിഡൻഡിന് ആരാണ് ടാക്സ് കൊടുക്കേണ്ടത്? ഇൻവെസ്റ്ററാണ് ടാക്സ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഡിവിഡൻഡ് ഫണ്ട് മെയിൻലി സീനിയർ സിറ്റിസൺസിനൊക്കെയാണ് യൂസ്ഫുൾ ആവുക. അപ്പോൾ നിങ്ങൾക്കൊരു നിശ്ചിത വരുമാനം നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് വഴി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിവിഡൻഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. മാത്രമല്ല സീനിയർ സിറ്റിസൺ ആണെങ്കിൽ നോർമൽ സിറ്റിസണിൻ്റെ അത്രയും ടാക്സ് നിങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി എന്താണ് ഡിവിഡൻഡ് റീ ഇൻവെസ്റ്റ്മെൻറ്റ്? ഇതേപോലെ ഞാൻ പൈസ കൊടുക്കുന്നു, ഫണ്ട് മാനേജർ ആ പൈസ എടുക്കുന്നു, ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഡിവിഡൻഡായിട്ട് കിട്ടുന്നു, സ്റ്റോക്സിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടുന്നു. എന്നിട്ട് ആ ഡിവിഡൻഡിൽ നിന്ന് ഫണ്ട് മാനേജർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് യൂണിറ്റ്സ് തരും. നമ്മൾ മ്യൂച്വൽ ഫണ്ടിലൂടെ എന്താണ് വാങ്ങുന്നത്? യൂണിറ്റ്സ് അല്ലേ വാങ്ങുന്നത്. കുറച്ച് യൂണിറ്റ്സ് ഞാൻ വാങ്ങി, അപ്പോൾ ഫണ്ട് മാനേജർക്ക് റിട്ടേൺസിൻ്റെ കൂടെ തന്നെ ഡിവിഡൻഡും കിട്ടി. ആ ഡിവിഡൻഡിന് തുല്യമായിട്ടുള്ള യൂണിറ്റ്സ് ഫണ്ട് മാനേജർ ആർക്ക് തരും? എനിക്ക് തരും. പൈസ തരില്ല, യൂണിറ്റ്സ് തരും. ഓക്കെ, അപ്പോൾ ഗ്രോത്ത് എന്താണെന്ന് മനസ്സിലാക്കി, ഡിവിഡൻഡ് ഫണ്ട് എന്താണെന്ന് മനസ്സിലാക്കി, ഡിവിഡൻഡ്
റീഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കി. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്കൊരു വെൽത്ത് ക്രിയേഷനാണ് ലക്ഷ്യമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഗ്രോത്ത് ഫണ്ട് സെലക്ട് ചെയ്യണം. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്പെഷ്യൽ ഫണ്ട്സ്. സ്പെഷ്യൽ ഫണ്ട്സിൽ ETF ഉണ്ട്, ഫണ്ട് ഓഫ് ഫണ്ട്സ് ഉണ്ട്. എന്താണ് ETF എന്ന് മനസ്സിലാക്കാം. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്. ഇതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുന്നേ, എന്നാലും ഞാൻ പറയാം. ETF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്, ട്രേഡ് ചെയ്യാൻ പറ്റുന്ന മ്യൂച്വൽ ഫണ്ട്. ഇത്രയും മനസ്സിലാക്കുക. അതായത് ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ യൂണിറ്റിൻ്റെ വില NAVൻ്റെ വില ഒരു ദിവസം മാറില്ല. ഒരു ദിവസം അത് ഫിക്സ്ഡ് ആയിരിക്കും. NAVൻ്റെ വില എപ്പോഴാണ് മാറല്? അടുത്ത ദിവസമാണ്. ഓക്കെ, എല്ലാ മ്യൂച്വൽ ഫണ്ടിൻ്റെയും വില ഒരു ദിവസം മാറില്ല, ഒരു ദിവസം ഫിക്സ്ഡ് ആണ്. നെക്സ്റ്റ് ഡേ ആണ് മാറല്, ഡേ ബൈ ഡേ അത് മാറും. ഓക്കെ, പക്ഷേ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് എങ്ങനെയാണ് മാറുക? സെക്കൻഡ്സിൽ മാറും അല്ലേ? അപ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക, ഒരു മ്യൂച്വൽ ഫണ്ട്, ആ മ്യൂച്വൽ ഫണ്ട് ഇതേപോലെ സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രൈസ് വേരിയേഷൻ പോലെ അതിൻ്റെ NAV ഇങ്ങനെ മാറുവാണെങ്കിലോ അത് ട്രേഡ് ചെയ്യാൻ പറ്റും. ഒരു ദിവസം തന്നെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും അല്ലേ? മ്യൂച്വൽ ഫണ്ട് ഒരു ദിവസം ട്രേഡ് ചെയ്യാൻ പറ്റും. എന്താ നിങ്ങൾക്ക് അതിൽ നിന്ന് ലാഭം കിട്ടുക? വില സെയിം അല്ലേ? ട്രേഡ് ചെയ്യാൻ എപ്പോഴാണ് നമുക്ക് പറ്റുക? അതിൽ പ്രൈസിൽ വേരിയേഷൻ വരണം. അപ്പം ETF എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട് വെയർ ഇറ്റ്സ് പ്രൈസ് ചേഞ്ചസ് ഇൻ എ ഡേ. ഒരു ദിവസം തന്നെ ചേഞ്ച് ചെയ്യും. അപ്പം നമുക്കത് ട്രേഡ് ചെയ്യാൻ പറ്റും. ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മ്യൂച്വൽ ഫണ്ടാണ് ETF എന്ന് നമുക്ക് പറയാം. ETF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് എന്താണ്? ഓരോ അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ ETF-ഉം അങ്ങനെ തന്നെയാണ്. അതായത് ഗോൾഡ് ETF നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഗോൾഡ് ETF എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് എന്ന കമ്മോഡിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന, അതായത് ഗോൾഡ് എന്ന അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഫണ്ട്, ഒരു മ്യൂച്വൽ ഫണ്ടാണ് ഗോൾഡ് ETF. അതേപോലെ ഇൻഡെക്സ് ETFs ഉണ്ട്. അതായത് ഇൻഡെക്സിലുള്ള സ്റ്റോക്സിൽ എല്ലാം ഇൻവെസ്റ്റ് ചെയ്യും. ഇൻഡെക്സിലുള്ള എല്ലാ സ്റ്റോക്സിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ETF. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഡെയിലി നമുക്കിത് ട്രേഡ് ചെയ്യാൻ പറ്റും സ്റ്റോക്ക് മാർക്കറ്റിൽ. ഓക്കെ, അപ്പോൾ ETFs എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്താണ് ഫണ്ട് ഓഫ് ഫണ്ട്സ്? ഫണ്ട് ഓഫ് ഫണ്ട് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഗോൾഡ് ETF പറഞ്ഞില്ലേ. ETF-ൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾക്ക് SIP ആയിട്ട് ETF-ൽ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പോയിട്ട് വാങ്ങണം. അതായത് ഞാൻ തീരുമാനിക്കുകയാണ് എനിക്ക് ഗോൾഡ് ETF എല്ലാ മാസവും ഒരു 1000 രൂപയ്ക്ക് വാങ്ങണം എന്ന് ഞാൻ തീരുമാനിക്കുകയാണ്. അപ്പം ഞാൻ തന്നെ പോയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ പോയിട്ട് വാങ്ങണം 1000 രൂപയ്ക്ക്. പക്ഷേ ഫണ്ട് ഓഫ് ഫണ്ട്, ഗോൾഡിൻ്റെ ഫണ്ട് ഓഫ് ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഗോൾഡ് ഫണ്ട് തന്നെയാണ് അതിന് പറയുക. ഫണ്ട് ഓഫ് ഫണ്ട് ആണെങ്കിൽ ഗോൾഡ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് ഓഫ് ഫണ്ടിൻ്റെ കാറ്റഗറിയിലാണത് വരിക. ഗോൾഡ് ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം, ഗോൾഡിൻ്റെ മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം, നിങ്ങൾക്ക് SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് പൈസ വാങ്ങി, ഞാൻ മ്യൂച്വൽ ഫണ്ടിന് 1000 രൂപ കൊടുക്കുന്നു, എന്നിട്ട് ഞാൻ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു, എല്ലാ മാസവും 1000 രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്തോ, എന്നിട്ട് എനിക്ക് ഗോൾഡ് ETF വാങ്ങണം. അപ്പം ഈ മ്യൂച്വൽ ഫണ്ട് എന്ത് ചെയ്യും? ആ പൈസ എടുത്തിട്ട് SIP ആയിട്ട് എല്ലാ മാസവും ഓട്ടോമാറ്റിക്കലി ഗോൾഡ് ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, ഫണ്ട് ഓഫ് ഫണ്ട്. ഓക്കെ, ഈ ഫണ്ട് ഗോൾഡ് ETF വാങ്ങും, എല്ലാ മാസവും വാങ്ങും. അപ്പോൾ SIP ആയിട്ട് എനിക്ക് വാങ്ങാൻ പറ്റും. അതാണ് ഈ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഗുണം. നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഞാൻ ഗോൾഡ് ETF-ന് പകരം ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് വാങ്ങുവാണെങ്കിൽ എക്സ്പെൻസ് റേഷ്യോ എവിടെയായിരിക്കും കൂടുതൽ? ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിലായിരിക്കും. കാരണം കോമൺ സെൻസ്, ഗോൾഡ് ETF ഞാൻ തന്നെ പോയി വാങ്ങുന്നു, പക്ഷേ ഗോൾഡിൻ്റെ മ്യൂച്വൽ ഫണ്ട് ഞാനാണോ വാങ്ങുന്നത്? അല്ല, ആ ഫണ്ടിൻ്റെ ഫണ്ട് മാനേജറാണ് പോയിട്ട് വാങ്ങുന്നത്. അപ്പം അതിനൊരു എക്സ്പെൻസ് വരുമല്ലോ, വരും. അപ്പം ആ എക്സ്പെൻസ് നമ്മൾ ബിയർ ചെയ്യണം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോൾഡ് ETF-ൽ ഡയറക്റ്റ് വാങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡിൻ്റെ മ്യൂച്വൽ ഫണ്ട് വാങ്ങാം. ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ETF എന്താണ്, ഫണ്ട് ഓഫ് ഫണ്ട് എന്താണെന്ന് മനസ്സിലായി. ഫണ്ട് ഓഫ് ഫണ്ട് എന്ന് വെച്ചാൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഫണ്ട്. ഓക്കെ, ഇനി സൊല്യൂഷൻ ഓറിയൻറ്റഡ് ഫണ്ട്. നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്ത കാര്യമാണ് സൊല്യൂഷൻ ഓറിയൻറ്റഡ് ഫണ്ട്. ഓക്കെ, വീഡിയോൻ്റെ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം ഇതാണ് ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യം എന്താ? സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ്, ബ്ലൂ ചിപ്പ്, വാല്യൂ അല്ലേ? അതെല്ലാം എവിടെ? അതെല്ലാം ഇനി വരുന്ന എപ്പിസോഡ്സിൽ നമ്മൾ പഠിക്കും. ഓക്കെ, ഇക്വിറ്റി, ഡെറ്റ്, ഹൈബ്രിഡ്, ആ കാറ്റഗറീസിലാണ് നമ്മൾ ഇനി വരുന്ന എല്ലാ മ്യൂച്വൽ ഫണ്ട് സ്കീംസും പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിർത്തുന്നതിന് മുന്നേ ഒരു കാര്യം, നമ്മൾ ഇന്ന് ഈ സ്ലൈഡാണ് പഠിച്ചത്. ഓക്കെ, ഞാൻ നിങ്ങളൊരു 3 ക്വസ്റ്റ്യൻ ചോദിക്കും. ആ ക്വസ്റ്റ്യന് ആൻസർ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ആര് ആൻസർ പറയും? നിങ്ങൾ ആൻസർ പറയും. ഓക്കെ, നിങ്ങൾ ഒരു ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ സഹായമില്ലാണ്ട് ഒരു മ്യൂച്വൽ ഫണ്ട് വാങ്ങുവാണെങ്കിൽ അത് ഏത് മ്യൂച്വൽ ഫണ്ടാണ്? ഏത് കാറ്റഗറിയാണത് വരിക? ആൻസർ കിട്ടിയോ? കിട്ടി. ഇനി നിങ്ങൾക്കൊരു വെൽത്ത് ക്രിയേഷനാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഏത് മ്യൂച്വൽ ഫണ്ടാണ് സെലക്ട് ചെയ്യുക? ഏത് ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ടാണ് നിങ്ങൾ സെലക്ട് ചെയ്യുക? കിട്ടിയല്ലോ? ഓക്കെ, ഇനി നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വാങ്ങാം, വിൽക്കാം, എപ്പോൾ വേണമെങ്കിലും റിഡീം ചെയ്യാം, അത്തരം ഒരു മ്യൂച്വൽ ഫണ്ടാണ് നിങ്ങൾക്ക് വേണ്ടത്. അത് ഏത് കാറ്റഗറിയാണ് വരിക? കിട്ടിയോ?
അപ്പം ഈ 3 ഉത്തരം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സന്തോഷമാവുമായിരുന്നു. ഓക്കെ, അതുകൂടാണ്ട് ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്കും കൂടി തരാം. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇക്വിറ്റി ഫണ്ട്, ഡെറ്റ് ഫണ്ട്, ഹൈബ്രിഡ് ഫണ്ട് ആണ് ഡിസ്കസ് ചെയ്യുക. അതിൽ ഏതൊക്കെ കാറ്റഗറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു PDF കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ആംഫിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് എടുത്ത ഒരു PDF ആണ്. സെബീൻ്റെ ഒരു സർക്കുലറാണ്. അത് സെബി ഓപ്പൺ എൻഡഡ് സ്കീംസിന് പെർട്ടിക്കുലറായിട്ട് ഇറക്കിയൊരു സർക്കുലറാണ്. പക്ഷേ അതിൽ കാറ്റഗറി ഓഫ് സ്കീംസ് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, അതൊന്ന് നോക്കണം. അതൊക്കെയാണ് നമ്മളിനി അടുത്ത വീഡിയോസിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് നോക്കി വെക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ ഇതൊക്കെ ഡിസ്കസ് ചെയ്യും, നമ്മൾ പഠിക്കും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ടേക്ക് കെയർ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.